ഇന്നാണെങ്കിലേ ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഫോൺ ചെയ്തു കേട്ടോ. അപ്പം ചേച്ചിയാണെങ്കിൽ ഇന്ന് മക്കളെയും കൊണ്ട് ഒരു പള്ളിയിൽ ധ്യാനം കൂടാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോയായിരുന്നു കേട്ടോ. അവിടെ വെച്ച് ഞാനപ്പം ചോദിച്ചു, വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു, അവിടെ വെച്ച് എന്താ അച്ഛൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നോട് അവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ വാദോരാതെ സംസാരിച്ചു. കുറേ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ സംസാരിച്ചു കേട്ടോ. അപ്പം അച്ഛനോട് പറഞ്ഞ ഒരു കാര്യം ഞാനിങ്ങനെ നിങ്ങളോട് കുറേ ദിവസം കൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് ഒരു കാര്യം അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി അതിനെ കല്യാണം കഴിച്ചൊക്കെ വിട്ടു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് വീട്ടിൽ വന്ന് സ്വന്തം വീട്ടിൽ വന്നിട്ട് ഒരു മാസമൊക്കെ താമസിക്കുകയാണ്. അപ്പോൾ ആ താമസിക്കുന്ന സമയത്ത് അയൽവക്കത്തുള്ള നെയ്ബേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിക്കും, കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടല്ലോ, എന്തായിരിക്കും കാര്യം, തിരിച്ചു പോകുന്നില്ല വന്നിട്ട്. ചേടാ, ഇത്രയും നാൾ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ട് 2 ആഴ്ച 1 മാസമൊക്കെ നിൽക്കുമ്പോൾ എന്നിട്ട് ആൾക്കാർ 2 ദിവസം കഴിയുമ്പോൾ വിളിക്കും തിരിച്ചു പോകുന്നില്ല എന്ന്. സത്യം പറഞ്ഞാൽ അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാനായിരിക്കും അതിന് കൊതിയല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ വന്നിട്ട് നിന്നതായിരിക്കും. അപ്പോൾ ആൾക്കാരുടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എന്തായിരിക്കും ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്തോ കാര്യം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരിങ്ങനെ CBI കളിക്കും, അതായത് എന്താണെന്ന് ഇങ്ങനെ അന്വേഷിക്കാൻ നടക്കും കേട്ടോ. അന്നേരം ഞാനിങ്ങനെ പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓർക്കുക. പണ്ട് ഓരോ ആൾക്കാരൊക്കെ പറയത്തില്ലേ, ആൾക്കാരൊക്കെ ഗൾഫിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നായിരിക്കും അവർ വന്ന് ലാൻഡ് ചെയ്യുന്നത്, പക്ഷേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ, എന്നാ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ ഇന്ന് വന്നിട്ട് നാളെ നമ്മളെ ഒരു ഫംഗ്ഷൻ വെച്ചോ, ഒരു പള്ളിയിൽ വെച്ചോ, അമ്പലത്തിൽ വെച്ചോ, മോസ്ക് വെച്ചോ, എവിടെയെങ്കിലും വഴിക്ക് വെച്ചോ, കടയിൽ വെച്ചോ, എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്നാ തിരിച്ചു പോകുന്നത്. അവർ വന്ന് അവരുടെ ലഗേജ് താത്ത് വെച്ചിട്ട് പിറ്റേന്ന് ഇങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിയതേ ഉള്ളായിരിക്കത്തില്ല. പക്ഷേ ആൾക്കാരുടെ ചോദ്യം എന്താ, എന്നാ പോകുന്നത്. പിന്നെ അപ്പം ഇത്ര ഡേറ്റ് പറയും, അത്രയും നാളെ ലീവ് ഉള്ളോ, അത്രയും നാളെ ലീവ് കിട്ടുമോ. അപ്പം വന്നു കഴിഞ്ഞ ഉടനെ പോകുന്നതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് എന്തായിരുന്നൊരു കാര്യം പറഞ്ഞേ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കെട്ടിച്ച് വിട്ട് കഴിഞ്ഞിരുന്ന പെൺപിള്ളേർ വീട്ടിലോട്ട് വന്ന് ഒരാഴ്ച കൂടുതൽ നിൽക്കുമോ, അല്ലെങ്കിൽ 2 ദിവസം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനെ സംശയിക്കും. ഓക്കെ. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞു കുറേ നാളായിട്ടും ഒന്നും ഉണ്ടായില്ലെങ്കിൽ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ നാളുകളായിട്ടും കല്യാണമൊക്കെ കഴിച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായില്ലെങ്കിൽ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കേട്ടോ, എന്തോ ഉണ്ട്, വിശേഷമൊന്നും ഇല്ലേ. അത് കേൾക്കുമ്പം ഈ പെൺകുട്ടികൾക്ക് എന്തോ ഒരു വിഷമമായിരിക്കും എന്നറിയാമോ. ഇത് കേൾക്കുമ്പം നമ്മൾ ചുമ്മാ അതൊരു ക്യാഷ്വലായിട്ടൊക്കെ ചോദിക്കാം. അതേസമയം ആ സമയത്ത് ജോലിയൊക്കെ എങ്ങനെയുണ്ട്, പിന്നെ അല്ലെങ്കിൽ വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ, വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ, അല്ലെങ്കിൽ അവരെ ബേസ് ചെയ്തുള്ള അല്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാം. കാരണം ഓൾറെഡി അവർ വിഷമിച്ചോ, ആ ഒരു കാര്യം കുഞ്ഞുങ്ങളില്ലാത്ത വിഷമത്തിലൊക്കെ അവരിയ്ക്കുമായിരിക്കും. പക്ഷേ അപ്പം നമ്മൾ അങ്ങനെയുള്ളപ്പോൾ അവരോട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനേ പാടില്ല. ഓൾറെഡി അവർ വിഷമത്തിലാണ്. അപ്പം നമ്മൾ വീണ്ടും ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ എന്തോ ഒരു വിഷമമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ആൾക്കാരുടെ ഓരോ സംസാര രീതിയും ആൾക്കാരുടെ ചിന്തകളുമാണ് ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കാര്യം, ആദ്യത്തേത് പറഞ്ഞത് എന്താ, രണ്ടാമത്തെ പറഞ്ഞത് എന്താ, മൂന്നാമത്തെ പറഞ്ഞത് എന്താ, ഇത് 3ഉം ബേസിക്കലി നമ്മുടെ ആൾക്കാരുടെ ഒരു ക്യാരക്ടറാണ്. ഇത്രയും ഒരു കാര്യം ചോദിച്ചെങ്കിൽ അവർക്കൊരു സമാധാനമുള്ളൂ. കുഞ്ഞുങ്ങളില്ലാത്തവരോട് ചോദിക്കും, വിശേഷമൊന്നും ആവുന്നില്ലേ, അത് കേൾക്കുമ്പോഴേ അവർക്കങ്ങ് സങ്കടമാണ്. ഓക്കെ, നമുക്കവരോട് സ്നേഹമുണ്ടേ നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കാം. നമുക്കറിയാം, ബേസിക്കലി നമുക്കറിയാം അവർക്ക് വിശേഷം ഇല്ലെന്നും അറിയാം, കുട്ടികളില്ലെന്നും അറിയാം. അതാണ് അവർക്കൊത്തിരി ഫീൽ ചെയ്യുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കാതിരിക്കുക. പിന്നെ കെട്ടിച്ചു വിട്ട പെൺപിള്ളേർ വീട്ടിലോട്ട് വരുമ്പോൾ എന്താ ഇവളെന്താ പോവാത്തേ, കുറേ നാളുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ, അത് നെഗറ്റീവായിട്ട് കാണാതിരിക്കാം. ചിലർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് വന്ന് നിൽക്കും, പക്ഷേ എല്ലാവരെയും ആ ഒരു സെൻസിൽ നമ്മൾ അതിന് കാണാനേ പാടില്ല. പിന്നെ ഗൾഫുകാർ നാട്ടിലങ്ങോട്ട് വരുമ്പം ഉടനെ തന്നെ പിറ്റേന്ന് തന്നിട്ട് എന്നാ പോകുന്നതെന്ന് നമ്മൾ ചോദിക്കാം. എനിക്ക് തോന്നുന്നു അത് എനിക്കൊന്ന് ഈ പണ്ടത്തെ കാലം തൊട്ടേ ഇതിങ്ങനൊരു ആചാരമാണ്, ഇങ്ങനെ ചോദിക്കണം എന്നുള്ളതൊരു ഇങ്ങനെ പഠിച്ച് നമ്മൾ വെച്ചേക്കുവാണെന്നേ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ ശരിയെങ്കിൽ പിന്നെ കാണാമേ.